ഹായ് ഹലോ, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി ചെമ്മീൻ ബിരിയാണിയാണ്. അതിന് വേണ്ടി എന്താ ചെയ്യേണ്ടതെന്ന് നോക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചതിന് ശേഷം ഒരു സവാള ചെറിയ പീസാക്കി കട്ട് ചെയ്തത് നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ നിറം ആവുന്ന വരെ നന്നായിട്ട് വഴറ്റിയതിന് ശേഷം അതെടുത്ത് വയ്ക്കാം. എന്നിട്ട് അതേ ഓയിലിലേക്ക് തന്നെ നമ്മൾ അണ്ടിപ്പരിപ്പും മുന്തിരിയോടെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ അരമണിക്കൂർ മുമ്പേ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, ചെറുനാരങ്ങയുടെ നീരൂടെ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ചെമ്മീൻ ഉണ്ടായിരുന്നു, അതുകൂടെ അതിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അതിനുശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു കുടം വെളുത്തുള്ളി, ഒരു 4 പച്ചമുളക്, ഒരു ചെറിയ പീസ് ഇഞ്ചി നന്നായിട്ട് അരച്ചെടുക്കുക. ശേഷം നമ്മൾ ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് നെയ്യ്, കുറച്ച് ഓയിലൂടെ ഒഴിച്ചിട്ട് ഒരു 2 ഏലക്കായി, ഒരു 3-4 ഗ്രാമ്പൂ, ഒരു പീസ് പട്ട കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് ചൂടാക്കി എടുക്കാം. അതിനുശേഷം 2 സവോള ചെറിയ പീസാക്കി അരിഞ്ഞത് കൂടെ എടുത്തിട്ട് ഒന്ന് വഴറ്റി അതൊന്ന് മൂത്തിട്ട് വരുമ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം മാറിയതിന് ശേഷം നമ്മൾ ഒരു പീസ് തക്കാളി കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. തക്കാളി ഇട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 5 മിനിറ്റ് മൂടി വെച്ചിട്ട് സ്ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് കുക്ക് ചെയ്തിട്ടെടുക്കുക. എന്നിട്ട് അതിന് ശേഷം നമ്മൾ തുറന്നതിന് ശേഷം 1 സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ ഗരം മസാല കൂടെ ആഡ് ചെയ്തിട്ട് അതിൻ്റെ പച്ചമണം മാറുന്ന വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. അതിനുശേഷം നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ തല കളഞ്ഞിട്ട് അതിലേക്ക് ആഡ് ചെയ്യണം. തല സാധാരണ ചെമ്മീൻ ബിരിയാണിയിൽ യൂസ് ചെയ്യാറില്ല, അപ്പോൾ തല നമ്മൾ എടുത്തിട്ട് ആഡ് ചെയ്യാം. അതുകൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം 1 സ്പൂണ് തൈരും ഒരു ചെറിയ നാരങ്ങയുടെ പകുതി കൂടെ അതിലേക്ക് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ശേഷം മല്ലിച്ചപ്പും പുതിനയുടെ ഇലയും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റ് കൂടെ മൂടി വെച്ചാൽ നമ്മുടെ മസാല റെഡിയായി. ഇനി നമ്മൾ റൈസ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് ഓയിലും കുറച്ച് നെയ്യൂടെ ആഡ് ചെയ്തതിന് ശേഷം ഏലക്കായി, പട്ട, ഗ്രാമ്പൂ ഇത് മൂന്നുകൂടെ നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക. അതിനുശേഷം ഒരു ചെറിയ സവാള, ഒരു ക്യാരറ്റിൻ്റെ പകുതി, ഒരു പീസ് പച്ചമുളക് കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. നമ്മളിവിടെ 2 ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത്. അത് നേരത്തെ തന്നെ കഴുകി വൃത്തിയാക്കി വെച്ചതാണ്. അതുകൂടെ ഇതിലേക്ക് ആഡ് ചെയ്തതിന് ശേഷം അരി നമ്മൾ ഒട്ടിപ്പിടിക്കാത്ത പരുവം വരെ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കുക. ഗ്ലാസ് അരിക്ക് സാധാരണ നമ്മൾ 1.5 ഗ്ലാസ് വെള്ളമാണ് വെക്കുന്നത്. ആ വെള്ളത്തിൽ നമ്മൾ തിളച്ച വെള്ളം വേണം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ ഓൾറെഡി തിളയ്ക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. 3.5 ഗ്ലാസ് വെള്ളമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. നമ്മൾ അരിക്ക് കുറച്ച് വേവ് കൂടുതലുള്ള കാരണം 3 ഗ്ലാസ്സിന് പകരം നമ്മൾ 3.5 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മളൊരു ചെറുനാരങ്ങയുടെ പകുതി ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ടാണ് നമ്മൾ വെള്ളം തിളപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഈ വെള്ളമോടെ ആഡ് ചെയ്ത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഒരു 10 മിനിറ്റ് കൂടെ നമ്മൾ ഒന്ന് അടച്ച് വെച്ച് വേവിക്കുക. ഇത് ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. ഫുള്ളായിട്ട് വേവേണ്ട ആവശ്യമില്ല. ഒരു 1/4 വേവാവുന്ന വരെ നമ്മൾ റൈസ് വേവിച്ചാൽ മതി. ഇതിന് ശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാല ഇതിൽ നന്നായിട്ട് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നേരത്തെ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന റൈസ് കൂടെ ഇതിൻ്റെ മുകളിലിട്ടിട്ട് നന്നായിട്ട് പരത്തി കൊടുക്കുക. എല്ലായിടത്തും ഗ്യാപ്പൊന്നും ഇല്ലാതെ നന്നായിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിയും ഉള്ളിയൂടെ ഇതിൻ്റെ മുകളിലേക്ക് നന്നായിട്ട് വിതറി കൊടുക്കുക, എല്ലായിടത്തും എത്തുന്നവരെ. ഇതുപോലെ കുറച്ച് മല്ലിച്ചപ്പും പുതിനയോടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബിരിയാണി റെഡിയാണ്. ഇനി ഒരു മൂടി വെച്ചിട്ട് മൂടിയുടെ അടപ്പിന് ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് ക്ലോസ് ചെയ്ത് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് നമ്മൾ ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇതിന് ശേഷം ഒരു അരമണിക്കൂർ കഴിഞ്ഞ് തുറന്ന് നമുക്ക് ഈ ടേസ്റ്റോടെ കഴിക്കാൻ നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു കേട്ടോ.